ഇന്ത്യയിലെ ഇ-കൊമേഴ്സ് മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്താനായി ലോകത്തിലെ ഏറ്റവും വലിയ ഓൺലൈൻ റീട്ടെയിൽ ഭീമനായ ആമസോൺ ഇന്ത്യയിൽ $233 മില്യൺ ഏകദേശം 2000 കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു. ഇത് വെറും ഒരു സാമ്പത്തിക നിക്ഷേപമല്ല, മറിച്ച് ഇന്ത്യൻ ടെക്നോളജിയും ലോജിസ്റ്റിക്സും ടെലികമ്മ്യൂണിക്കേഷനും ഉൾപ്പെടുന്ന ഒരു വലിയ വികസന ദൗത്യമാണ്. ഇതിനു പുറമെ ആമസോണിൻ്റെ തന്നെ മറ്റൊരു കമ്പനിയായ AWS ഇന്ത്യയിൽ വിപുലമായ ടെക് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനായി 8.2 ബില്യൺ ഏകദേശം 71,000 കോടി രൂപ ഇന്ത്യയിൽ നിക്ഷേപിക്കുമെന്ന് കഴിഞ്ഞ മാർച്ചിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു. അടുത്ത കാലത്തായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയെ വിമർശിച്ച് അമേരിക്കൻ കമ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപിക്കരുത് എന്ന നിലപാടെടുത്തിരുന്നു. ഇത് അദ്ദേഹം ആപ്പിൾ CEO ടീം കുക്കിനോട് നേരിട്ട് പറയുകയും ചെയ്തിരുന്നു. പക്ഷേ ആപ്പിൾ അതൊന്നും വില കൊടുത്തില്ല എന്ന് മാത്രമല്ല, ആപ്പിളിൻ്റെ നിർമ്മാണ പങ്കാളിയായ ഫോക്സ്കോൺ ഇന്ത്യയിൽ അവരുടെ ചെന്നൈ പ്ലാന്റിൽ ഏകദേശം 13,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപം നടത്തുകയാണുണ്ടായത്. കൂടാതെ ഉത്തർപ്രദേശിൽ ഏകദേശം 3,800 കോടിയുടെ സെമി കണ്ടക്ടർ പ്ലാന്റ് കൂടി പ്രഖ്യാപിച്ചു. ഇതിന് പിന്നാലെയാണ് ആമസോൺ ഇന്ത്യയുടെ വളർച്ചയിലേക്കുള്ള വലിയ ദൗത്യവുമായി മുന്നോട്ട് വരുന്നത്. ആമസോണിൻ്റെ നിക്ഷേപം മുഖ്യമായി 3 മേഖലകളിലായിട്ടാണ്: ലോജിസ്റ്റിക്സ്, ഇൻഫ്രാസ്ട്രക്ചർ, ടെക്നോളജി എന്നിങ്ങനെ. ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിലും സൂപ്പർഫാസ്റ്റ് ഡെലിവറി എത്തിക്കുകയാണ് ആദ്യത്തെ ലക്ഷ്യം. കൂടാതെ പുതിയ ഡെലിവറി സ്റ്റേഷനുകൾ, കണക്ടിവിറ്റി വികസിപ്പിക്കൽ, പാക്കേജ് കൃത്യമായ സമയത്ത് എത്തിക്കൽ, AI സാങ്കേതികവിദ്യ വിന്യസിക്കൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു. ഇതിൻ്റെ ഭാഗമായി പാക്കിംഗ് സ്റ്റാഫ്, ഡ്രൈവർമാർ, ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് എന്നിവയിൽ വലിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ടെക്നോളജി മേഖലയിലുള്ള നിക്ഷേപം ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെ ഡാറ്റാ സെൻ്ററുകൾ, ക്ലൗഡ് ഇൻഫ്രാസ്ട്രക്ചർ, സൈബർ സുരക്ഷാ സംവിധാനം, AI ആൻഡ് മെഷീൻ ലേണിംഗ് എന്നിവയ്ക്കുള്ള പ്ലാറ്റ്ഫോമുകൾ സജ്ജമാക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഈ നിക്ഷേപം ഡിജിറ്റൽ ഇന്ത്യ ദൗത്യത്തെയും ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾക്കും പ്രാദേശിക ബിസിനസ്സുകൾക്കും AWS സേവനങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കുകയും ചെയ്യും. മാത്രമല്ല, ഇത് ഇന്ത്യയെ ആഗോള ടെക് ഹബ്ബായി ഉയർത്താനുള്ള ഒരു വലിയ പദ്ധതി കൂടിയാണ്. ഇന്ത്യയുടെ ഇ-കൊമേഴ്സ് വിപണി അടുത്ത 5 വർഷത്തിനുള്ളിൽ ഇരട്ടിയായി വളരുമെന്നതാണ് പ്രവചനങ്ങൾ. ഫ്ലിപ്കാർട്ട്, ജിയോമാർട്ട്, മീഷോ എന്നിവരുമായി മത്സരിക്കാൻ ആമസോൺ എക്കാലത്ത് റെഡിയാണ്. കസ്റ്റമേഴ്സിനായി ലോക്കൽ ലാംഗ്വേജ് സേവനം, കസ്റ്റമൈസ്ഡ് ഡെലിവറി, ഇലക്ട്രോണിക്സ് മുതൽ ഭക്ഷ്യവസ്തുക്കൾ വരെ അതിവേഗ ഡെലിവറി എന്നിവയാണ് ഇവരുടെ ലക്ഷ്യം. ഇന്ത്യ മാത്രമല്ല, സൗത്ത് കൊറിയ, ഫിലിപ്പൈൻസ്, തായ്ലാൻഡ്, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക എന്നിവിടങ്ങളിലും ആമസോൺ നിക്ഷേപം വർദ്ധിപ്പിക്കുകയാണ്. എന്നാൽ ഇന്ത്യക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. കാരണം നമ്മുടെ ജനസംഖ്യ, ടെക് ടാലൻറ്റുകൾ, ഉപഭോക്തൃ വിഭവങ്ങൾ, ഡിജിറ്റൽ പോളിസികൾ ഇവയെല്ലാം കൂടി ഇന്ത്യയെ ആകർഷകമാക്കുന്നു. ആമസോണിൻ്റെ പുതിയ നിക്ഷേപം ഇന്ത്യൻ ഇ-കൊമേഴ്സ് മേഖലയെ മാറ്റിമറിക്കാനുള്ള ഒരു ശ്രമമാണെന്ന് വ്യക്തമാണ്. ട്രംപിൻ്റെ നിർദ്ദേശം അവഗണിച്ച് ആപ്പിൾ, ഫോക്സ്കോൺ, ഇപ്പോൾ ആമസോൺ വരെ ഇന്ത്യയിൽ വലിയ പ്രഖ്യാപനവുമായി എത്തുന്നതിലൂടെ ഇന്ത്യയുടെ ആഗോള സ്ഥാനം കൂടുതൽ ശക്തമാവുകയാണ്.